മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ തന്റെ മരുമോളാകാൻ വേണ്ടി മന്ത്രകോടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എന്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് വന്നത്. തന്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അറിയട്ടെ, പുതുച്ചേരിക്കാരുടെ അന്തസ്സും ആഭിജാത്യവും. വലിയ മറ്റെടുത്ത IG ആണെന്നും പറഞ്ഞ് ഡിസിപ്ലിൻ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്ക്. കല്യാണപ്രായ ഇതുപോലൊന്ന് തന്റെ വീട്ടിലുമില്ലേ? എങ്ങനെ തോന്നിയടാ നിനക്കിതൊക്കെ? എന്റെ മോളെ ജീവിതം എടുത്താൻ നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും കുത്തുവാള എടുപ്പിച്ച് ഞാൻ അടങ്ങും. വാ മോളെ. പറയാനുള്ളത് വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യലായിരുന്നു വേണ്ടത്. അയാളുടെ കർണക്കുറ്റി നോക്കി ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല. ഡാഡിക്ക് വൈകി പറഞ്ഞ ഞാൻ ചെയ്യാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ. അന്തസ്സും അഭിമാനമൊക്കെ നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. അതിന് മുറിവ് വെക്കുമ്പോൾ ഞാനും നീയൊക്കെ ചെയ്യുന്നതേ ആ കൊച്ചിനും ചെയ്തുള്ളൂ. നന്നായി എന്നാ ഞാൻ പറയുന്നത്. കഴിഞ്ഞല്ലോ എല്ലാം. ഇപ്പോഴാ എൻ്റെ മനസ്സും തണുത്തത്. അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, കേൾക്കേണ്ടതെല്ലാം കേട്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീനെ സ്വീകരിക്കാന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാം. നിനക്ക് സത്യാഗ്രഹമോ ആത്മഹത്യയോ എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്കറിയണം എന്താ തീരുമാനമെന്ന്. ഞാനിവളെ സ്വീകരിക്കാം. പക്ഷേ സത്യം ഇവള് പറയണം. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇവള് പറഞ്ഞേ തീരൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ബോബിയുടെ ആണെന്ന്? ഇതാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കഴുത്തിരിച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. അതായിരിക്കും എന്റെ അവസാനം. ഇനിയും നിന്റെ വല്ല വിദ്യയും ബാക്കിയുണ്ടോ ഈ കൊച്ചു നിന്റെ അല്ലം തെളിയിക്കാൻ? ഞാൻ എന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ നിങ്ങളൊക്കെ ചെമ്പരത്തി പോകുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡാഡി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. തീർച്ചയാണോ? അതെ. ഇറക്കി വിടണോ, കൊല്ലണോ, കുഴിച്ചു കൊള്ളണോ പറ. ഇപ്പൊ ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇവിടെ വിവാഹം കഴിക്കണം. അതാണ് എനിക്കിഷ്ടം. ഉറങ്ങിയല്ലേ? അപ്പൊ സൗകര്യമായല്ലോ. ഇന്നെന്റെ വിവാഹം നടക്കേണ്ട ദിവസമാണ്. നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ഒരുപാട് പേര് പള്ളിയിൽ വന്നു. അവരോടൊക്കെ എൻ്റെ ഡാഡി ബോബി മോന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉള്ള കഥ പറഞ്ഞ് നാണം കെട്ടു. പക്ഷെ എനിക്കൊരു സങ്കടമില്ല. ഞാൻ കിട്ടാൻ ഉദ്ദേശിച്ചതിലും നല്ല സുന്ദരിയും മിടുക്കിയായിട്ടുള്ള പെണ്ണാ നീ. സോ ഐ എം നോട്ട് എ ലൂസർ ഇൻ ദ ബാർഗെയിൻ. ഈ കച്ചവടം എനിക്ക് നഷ്ടമല്ലാതെ. നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ? quite natural. Happy days are here again. Thumbs up. ഈ മുറിയിൽ നിന്ന് എന്റെ ആദ്യ രാത്രി നടക്കേണ്ട ദിവസം. അത് മാത്രമായിട്ട് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇനി പച്ചയ്ക്ക് പറയണോ? രണ്ടെണ്ണം അകത്ത് പോയാൽ പിന്നെ പുറത്തിറക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബോബി റൂമിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കണം. എല്ലാരും വരും എന്ത് ചെയ്യുന്നു പറയും. ഇത് എന്നെ കയറി പിടിച്ചെന്നാ. ഇതാണ് ഈ വെള്ളമടിച്ച ഞാൻ നിന്നെ കയറി പിടിച്ചെന്നാ. ഭർത്താവ് ഭാര്യ കയറി പിടിക്കുന്ന കുറ്റാണോ? വിളി, എല്ലാരും വിളി, ഞാൻ വിളിക്കാം. ഡാഡി കാണണമെങ്കിൽ വാ. ഞാൻ നിന്റെ മുമ്പില് കൊണ്ട് ഇതാണ് വെള്ളമടിച്ചു കഴിഞ്ഞാ പണ്ട് കുറെ പരിശുദ്ധ പ്രയോഗം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ആ കിടക്കുന്ന പോലെ കുറെ എണ്ണം നിന്റെ ഇലയിൽ ഇരുന്നേനെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോളിക്ക ചേട്ടാ മോളുടെ ഭർത്താവല്ലേ. നമുക്ക് പാലും പൂമത്തെ ഒന്നും ഇല്ലാതെ രാത്രി അവിടെ നടത്താം. വാ പാടി പാടി ഇവിടെ. എവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എല്ലാം സത്യം പറയാം. എന്നാ പറ, നിന്റെ ഉദ്ദേശം എന്താ? പറയടി. ഞാൻ പറയാം.
ബേബിച്ചായ, എന്താ നീന്? ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. എന്താ കാര്യം? ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ. നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന. പരിചയപ്പെട്ടു, സ്നേഹിച്ചു, അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ മീന? ഒരു പാവം മീന. നിനക്കിങ്ങനെ അറിയാതില്ല. അതെന്റെ സഹോദരിയാണ്. അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും. ആണ്. സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനിയെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കാരെയും അറിയില്ല. ആരെയും. നിങ്ങൾ ചെയ്ത പാവത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ടത്? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ. എന്താ വേണ്ടത്? ആ കുഞ്ഞിനൊരച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം. നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും.